ശ്രീ എം ഷിബുവിലേക്ക് പോകുന്നതിന് മുൻപ് സിദ്ധാർത്ഥിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. ഷിബുവിലേക്ക് പോകുന്നതിന് മുൻപ് SFIയുടെ പങ്കാളിത്തം ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ വിളിച്ചിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതം അറിയിച്ചതാണ് SFIയുടെ ഒരു പ്രതിനിധിയെ അയക്കാമെന്ന്. ജിൻഡോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ആർഷോ ആദ്യം അറിയിച്ചിരുന്നു ഒരു പ്രതിനിധിയെ അയക്കാം ഈ ചർച്ചയ്ക്കെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറയുന്നു, സെൻട്രലിൽ നിന്ന് പറഞ്ഞു ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട. ഇന്നത്തെ വിഷയം ലോകായുക്ത ഭേദഗതി ബിൽ, അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അതിനെക്കുറിച്ചുള്ള ചർച്ച മതിയെന്ന്. അതായത് ചാനലുകൾ ആ ചർച്ച നടത്തുമ്പോൾ മാത്രം പ്രതിനിധിയെ അയച്ചാൽ മതി CPM ഇന്ന് എന്ന്. എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇന്നത്തെ വിഷയം അത് മാത്രമല്ല. ഇന്നത്തെ വിഷയം ഈ നരനായാട്ടിനെ കുറിച്ചുള്ളതാണ്. ഈ നരനായാട്ടിൽ സിദ്ധാർത്ഥിനെ ഇല്ലാതാക്കിയതിൽ SFIയുടെ പങ്ക് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ SFI പ്രതിനിധി ഇല്ലെങ്കിലും ഒരു വിഷയവുമില്ല. ഉണ്ടെങ്കിൽ അവരെ ടെലിഫോണിലും ട്രൈ ചെയ്യാം. വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാം. CPM സഹയാത്രികൻ പ്രൊഫസർ B ജയരാജ് കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ഷിബു, അവസാനം പോലീസ് ഇപ്പോൾ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. ആകെ 18 പേരാണെന്നാണ് പറയുന്നത് പോലീസ്. അതിൽ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. SFIയുടെ പങ്കാളിത്തം എത്രമാത്രം ഉള്ളതായാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്കൾ പൂക്കോട് പോയതല്ലേ ഈ മരണം ഉണ്ടായതിനു ശേഷം? അതെ, ഞാൻ പൂക്കോട് പോയിരുന്നു. മരണം അറിഞ്ഞ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ കോളേജിലെ പ്രത്യേകത എന്ന് പറയുന്നത്, കോളേജിൽ ഒരു യൂണിയനേ ഉള്ളൂ, SFI മാത്രം. SFI യൂണിയനാണ് കോളേജ് കൺട്രോൾ ചെയ്യുന്നത്. മൊത്തത്തിൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ SFIയുടെ കയ്യിലാണ്. ഈ നമ്മൾ മരണമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ പോലും മറ്റുള്ളവർക്ക്, ഡീനിനോ മറ്റുള്ള അധ്യാപകർക്കോ ഈ മരണത്തെക്കുറിച്ച് ഒരു കാര്യവും അറിവില്ല. അതേപോലെ കോളേജിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് അറിയില്ല. അത്തരത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ യൂണിയന്റെ തലത്തിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. ഈ ആൾക്കൂട്ടമായിട്ട് നിന്ന് ഈ കുട്ടികൾ, അവിടുത്തെ SFI യൂണിറ്റ് ഭാരവാഹികൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാം പ്രതികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇവര് ചേർന്ന് ഈ ഒറ്റക്കെട്ടായി ഒരു യൂണിയൻ ആയതുകൊണ്ട് മാത്രം, SFIയുടെ ഒരു യൂണിറ്റ് മാത്രം നിന്നാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോളേജിന്റെ ആധിപത്യം SFIയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ റാഗിംഗ്, എന്തെങ്കിലും വിചാരണ, കുട്ടികൾ പറയുന്നത് അവിടുത്തെ എന്തെങ്കിലും തെറ്റ് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കോടതി എന്ന് പറയുന്നത് മെൻസ് ഹോസ്റ്റലാണ്. ആ കോടതിക്കകത്ത് വിചാരണ നടത്തുന്നത് ഈ SFI ആണ്. ശിക്ഷ വിധിക്കുന്നത് അവരാണ്, അത് നടപ്പിലാക്കുന്നത് അവരാണ്. അതാണ് അവിടെ ഇപ്പോൾ നടക്കുകയും ചെയ്തത്. അവന് ഈ എന്താണ് അവിടെ നടന്നതെന്ന് അറിയില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് സംഭവത്തിലുണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടാണ് അത് കാണാൻ കഴിയുള്ളൂ. ഒരു പെൺകുട്ടിയായിട്ട് ഡാൻസ് കളിക്കുന്നത് വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു തെറ്റ് മറ്റുള്ള കുട്ടികളുടെ താല്പര്യപ്രകാരം ഈ പാർട്ടി, ഈ യൂണിറ്റും അവന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരും കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകം പോലെ ഉണ്ടാക്കുകയും അതിൽ നിന്നുമാണ് ഈ ഒരു ചർച്ച, ഇവര് ഒരു വിധി നടപ്പിലാക്കേണ്ടി വരുന്നത്. ഈ കുറ്റത്തിനെ കുറിച്ച് അവിടെ ഒരു കോടതിയിൽ നമ്മൾ കേസൊക്കെ തീർപ്പാക്കും പോലെ അത് അവര് ഒരുമിച്ച് തീർപ്പാക്കിയതും അതിന്റെ വിധി എന്നുള്ള രീതിയിൽ ഈ കൊലപാതകം നടത്തിയതും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒറ്റ യൂണിറ്റേ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കത് എടുത്തു പറയാം. ആ യൂണിറ്റിന്റെ, ആ SFI എന്ന് പറയുന്ന യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ആ കോളേജിലുള്ളത്. അതിന്റെ പ്രവർത്തന ഫലമാണ് ഈ കൊലപാതകം. ഷിബു, ഇപ്പോൾ ഇത് ഈ സിദ്ധാർത്ഥിനോട് ഈ വാലന്റൈൻസ് ഡേയിൽ നടന്ന ഈ സംഭവം, അതിലുണ്ടായ ദേഷ്യം മാത്രമാണോ, അതോ സിദ്ധാർത്ഥ് SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ഒരു ദേഷ്യമാണോ ഉണ്ടായിരുന്നത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സീനിയേഴ്സിനും? അത് മാത്രമല്ല, ഒപ്പം പഠിച്ചവർ പോലും സിദ്ധാർത്ഥിനെതിരെ രംഗത്തെത്തി എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കിതെല്ലാം അവിടെ ഈ മരണം അന്വേഷിച്ച് ചെന്നപ്പോൾ ചില വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയ വിവരമാണല്ലോ. അവർ പോലും പേടിച്ച് വിറച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത്. പോലീസിനാണെങ്കിൽ ഒരു വിവരവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ വാലന്റൈൻസ് ഡേയിൽ അവിടെ ഒരു സംഭവം നടന്നു, അതിൽ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് സിദ്ധാർത്ഥിനെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക്, നാട്ടിലേക്ക് നെടുമങ്ങാട്ടേക്ക് വരുന്ന വഴിക്ക് തിരിച്ചു വിളിച്ചത് എന്നും കേട്ടിരുന്നു. അത് കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് അങ്ങനെ സിദ്ധാർത്ഥ് എറണാകുളത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന്.
പക്ഷേ ഇന്ന് പോലീസിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി പോലീസിന് കിട്ടിയിട്ടേ ഇല്ല സിദ്ധാർത്ഥിനെ കുറിച്ചെന്ന് പോലീസ് ഡിവൈഎസ്പി കൽപ്പറ്റ ഡിവൈഎസ്പി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി, വീട്ടിലേക്ക് പോന്ന സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി. ഈ SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതും SFIയെ അംഗീകരിക്കാത്തതുമാണോ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള യഥാർത്ഥ തെറ്റ്? അതിനുവേണ്ടി അതും കൂടെ ഉൾപ്പെടുത്തിയായിരുന്നോ ഈ ആൾക്കൂട്ട വിചാരണ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നോ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആ വിഷയം? സർ, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ല. ഞങ്ങൾ പറഞ്ഞു നേരത്തെ കോളേജിൽ പോയപ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരു കാര്യവും അറിയില്ല. ഈ മരണത്തിനെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളോ ഡീനിനോ മറ്റുള്ള അധ്യാപകർക്കോ അറിയില്ല. അപ്പോൾ അത് അറിയാതിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഈ മരണത്തിനോട് ശേഷം നാട്ടിൽ വരുന്നതിനോടൊപ്പമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഇത്രയും കൊടിയ ക്രൂരതകളൊക്കെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ അവിടുന്ന് നേരത്തെയുള്ള ഒരു അറിവൊന്നുമല്ല. പിന്നീട് നമുക്ക് കിട്ടിയതാണ് അവിടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നും അതിൽ നിന്നുമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നും. പക്ഷെ ആ പരാതി എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി കൊടുത്തെന്ന് പറയുന്ന പരാതി അത് വാസ്തവരഹിതമാണ്. ആ പരാതി ഇവന് ഈ മരണം സംഭവിച്ചതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയുടെ നിന്ന് SFI ആ പരാതി എഴുതി വാങ്ങിയത്. അല്ലാതെ അതിനു മുന്നേ ഒന്നും ഒരു പരാതിയും ഇല്ല. അപ്പൊ അത്തരത്തിൽ അതൊക്കെ വെറുതെ ഇവര് ക്രിയേറ്റ് ചെയ്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞൊരു വിദ്യാർത്ഥി, ആ കോളേജിൽ സഹപാഠി, സിദ്ധാർത്ഥന്റെ സഹപാഠി തന്നെയായ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്നത് കൊലപാതകം പോലെയുള്ള പ്രശ്നങ്ങളിൽ SFI എത്തിച്ചെന്ന് കഴിഞ്ഞാൽ അവർ അടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ മാത്രമാണ് ഈ പെൺവിഷയമെന്ന്. അപ്പം നമുക്ക് ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വാധീനം, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ വിഷയത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ അവൻ ആ യൂണിറ്റിൽ ചേരാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അവൻ ആ ഫസ്റ്റ് ഇയർ അവിടുത്തെ CRP ആയിരുന്നു, ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അത് ഒരു ഇതിലും രാഷ്ട്രീയ ചവ ഇല്ലാതെ അവന്റെ പേഴ്സണാലിറ്റി കണ്ട് അവൻ കയറിയതാണ്, അവന്റെ ഇഷ്ടത്തോടെ കയറിയതാണ്, അല്ലാതെ രാഷ്ട്രീയ രീതിയിലല്ല. സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് മാറുകയും ചെയ്തു. എന്നാൽ യൂണിയൻ പ്രവർത്തനങ്ങളിൽ അവൻ സജീവമായിട്ട് ഇടപെടാറുമില്ല. അവന് അത് താല്പര്യക്കുറവുണ്ടായിരുന്നു. ആ ഒരു വിഷയം ഇതിനകത്തുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ സ്പഷ്ടമല്ല. എന്നിരുന്നാലും ഈ ഒരു വിഷയവും പ്ലസ് അതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ്സിലെ കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവന്റെ 12 പേരുടെ ലിസ്റ്റിൽ 4 പേര് അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികളിൽ പ്രധാനം അൽത്താഫ്, അതുപോലെയുള്ള നമ്മളിപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന റഹാൻ, ഇവരെ പോലെയുള്ള അപ്പൊ 5 പേരായി കഴിഞ്ഞു. റഹാനെയും കൂട്ടി 5 പേരായി കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇവന്റെ ഈ സ്വീകാര്യത ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിന്റെ ആയ പെൺകുട്ടികളുടെ ഇടയിലോ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ഇടയിലോ മറ്റുള്ള കോളേജ് തലത്തിലോ ആകെ മൊത്തത്തിൽ എല്ലാവരിലും അവനുള്ള ഒരു സ്വീകാര്യതയിൽ അവർക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ഈ അടുത്ത സമയത്ത് അവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ പ്രവർത്തികളിൽ അവൻ ഓരോ സ്ഥലങ്ങളിലും പെട്ടെന്ന് അവൻ എത്തിപ്പെടുന്നു. അവന് കോളേജിൽ എല്ലാവർക്കും നല്ല കുട്ടിയാണ്. അപ്പൊ ഈ ഒരു തോന്നലൊക്കെ ഈ റഹാൻ, അൽത്താഫ് ഇതുപോലെയുള്ള കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഈ ഇടയ്ക്ക് ഈ കുറച്ച് ഈ ദിവസം തന്നെ ഇന്നത്തെ ദിവസത്തെ എനിക്കത് മനസ്സിലാക്കാനും അവിടുന്ന് എനിക്കൊരു മെസ്സേജായിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫലവും ഇതിനകത്ത് ഉണ്ട്. ആ ഒരു വൈരാഗ്യവും ഇതിനകത്തൂടെ ചേർത്താണ് റാഗിങ്ങില് ഈ ഇവന്റെ ക്ലാസ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കും റാഗിങ്ങിന് എന്താണ് സഹപാഠിക്ക് അല്ലെങ്കിൽ ക്ലാസ്മേറ്റിന് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് എടുത്തു പറയേണ്ട ഒരു ഘടകം ഇതാണ്. മറ്റത് പക്ക റാഗിംഗ് ആണ്, സീനിയേഴ്സിന്റെ റാഗിംഗ് ആണ്. ഇതിനകത്ത് കയറാനുള്ള കാരണം യവനോടുള്ള വൈരാഗ്യമാണ്, യവനോടുള്ള അസൂയയാണ്. ഈ കുട്ടികൾ അവന്റെ ക്ലാസ്മേറ്റുകൾ അതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ ഇക്കാര്യം 150ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് വിചാരണ നടത്തുകയും എന്താണ് സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എന്ന് വായിച്ചു കേൾപ്പിക്കുകയും അതനുസരിച്ച് തല്ലുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആരും തടഞ്ഞില്ലല്ലോ, ആരും അതിനകത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല. അത് മാത്രമല്ല വെളിയിൽ പറഞ്ഞില്ല. ഇതൊക്കെ കാരണം അവിടെ വെളിയിൽ പറഞ്ഞാൽ
പിന്നെ അവർക്ക് അവിടെ പഠിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഇതേ ശിക്ഷ തന്നെ അവർക്കും കിട്ടും. അതിനാലാണെന്നാണോ ഇത് അതിനുശേഷം രഹസ്യമായെങ്കിലും ഇക്കാര്യം പറയുന്നവർ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്? അത് SFIയുടെ സ്വാധീനത്താൽ തന്നെയല്ലേ? തീർച്ചയായും സാർ, തീർച്ചയായും. അവർ പറയുന്നത് 130ഓളം 150ഓളം ഉണ്ടോ 130ഓളം കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇവരെ പരസ്യ വിചാരണ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഈ സിൻജോ ജോൺ പറയുന്ന ഒരു സെന്റൻസ് ഡയലോഗ് തന്നെ ഉണ്ടെന്നാണ്, ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള പാഠമാണ്. ഈ വിഷയമോ പുറത്തു പറയുകയോ ഇനി നിങ്ങൾ ഇവിടെ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചാലോ ഇതായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ശിക്ഷ, ഈ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അതിനോടൊപ്പം പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടികൾ ആ ശിക്ഷ SFIയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഈ ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഒരു കുട്ടിയെ മൃഗീയമായി തല്ലുമ്പോൾ അവർക്ക് അവരുടെ പേരൻസിനെങ്കിലും രഹസ്യമായിട്ട് അറിയിക്കാമായിരുന്നു, അവരത് മറച്ചു വയ്ക്കുമായിരുന്നു. ഇത് ചെയ്യാത്ത പക്ഷം ഈ 130ഓളം കുട്ടികളും ഇതിൽ യഥാർത്ഥത്തിൽ ഇത് കണ്ടു നിന്ന സ്ഥാനത്ത് അവർ തെറ്റുകാരാണ്. അതോടൊപ്പം പക്ഷേ സാറ് പറഞ്ഞതുപോലെ ആ യൂണിയന്റെ സ്വാധീനം അല്ലെങ്കിൽ അവരിലുള്ള പേടി തന്നെയാണ് ഒരു കുട്ടികളും ഇപ്പോഴും നമുക്കത് മനസ്സിലാവുന്നത്. മൊഴി കൊടുക്കാൻ സാറ് ശ്രദ്ധിക്കണം, എത്ര കുട്ടികളായിരിക്കും ഇത്രയോളം കുട്ടികൾ പഠിക്കുന്നതും. ഞാൻ നേരത്തെ സാറ് തന്നെ പറയും 150ഓളം കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചാണ് നടന്നത്. ഇതിൽ എത്ര കുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് സാറ് തന്നെ പരിശോധിക്കണം. അപ്പൊ നമുക്കത് മനസ്സിലാവുമല്ലോ, ഈ യൂണിറ്റിനോടുള്ള പേടി കൊണ്ട് മാത്രമാണ് ഇവരാരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നത്. കുട്ടികളല്ല, അധ്യാപകർ പോലും പേടിക്കുന്നു. വളരെ രഹസ്യമായിട്ടാണ് ഒരു അധ്യാപകനും മറ്റുള്ളവരൊക്കെ നമുക്ക് ഈ രഹസ്യങ്ങൾ തരുന്നത്. അവർക്കും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ജീവനും ഭീഷണിയുണ്ട്. അപ്പോൾ മൊത്തത്തില് അവിടെ ആർക്കും വേറൊരു രീതിയിലും ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഡീന് നേരത്തെ പറഞ്ഞതുപോലെ ഡീനിനും ഇതേപോലെ അവരുടെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇത്തരത്തിലാണ് അവരുടെ സ്വാധീനം അവിടെ വളരെ ശക്തമാണ്. നേരത്തെ പറഞ്ഞു സാറേ, ഞാൻ അതിലോട്ട് വരാം. സിദ്ധാർത്ഥൻ തിരിച്ചു വന്നു എന്നുള്ളത് സ്പഷ്ടമാണ് സാർ. അവൻ അവിടുന്ന് തിരിച്ചു എറണാകുളം വരെ വന്നു തിരിച്ച് അവൻ 4 മണിക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ കോഴിക്കോട് തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ട്. റഹാനാണ് വിളിച്ചതെന്ന് അവന്റെ അമ്മയോട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ റഹാൻ തിരിച്ചു വിളിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതും കൂടെ സാർ കൂട്ടി വായിച്ചു നോക്കണം. റഹാനാണ് അവിടെ ഈ ഗൂഢാലോചന, യവനിലുള്ള അസൂയ കൊണ്ട് ആ ഒരു കൂടെ പഠിക്കുന്ന കുട്ടികളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ അവനിൽ ഈ സ്വാധീനം വരാനുള്ള പ്രധാന കാരണം ഇതാണ് അവരുടെ. ശരി ഷിബു, താങ്കൾ കുറച്ച് സമയം